നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ വനം വകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം. ഇടുക്കി മുള്ളരിങ്ങാട്ട് തേക്ക് പ്ലാന്റേഷനിലെ കാട്ടാനകളെ ഉടൻ കാട് കയറ്റണമെന്ന് നാട്ടുകാർ. കാട്ടാന കൊലപ്പെടുത്തിയ അമർ ഇലാഹിയുടെ മൃതദേഹം ഖബറടക്കി. തൃശൂർ വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. പാലക്കാട്ട് വാഹനത്തിനു കുറുകെ കുറുക്കൻ ചാടിയ അപകടം. അധ്യാപിക മരിച്ചു. വയനാട് പെരുന്തട്ടയിൽ പുലിയുടെ ആക്രമണം. പശുക്കിടാവിനെ കൊന്നു. റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. മലപ്പുറത്ത് മദ്രസ കുട്ടികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥിനി മരിച്ചു. മരിച്ചത് മൊറയൂർ സ്വദേശിനി ഫാത്തിമ. അപകടം നിയന്ത്രണം വിട്ട ബസ് പോസ്റ്റിലിടിച്ച്. കൊച്ചിയിൽ KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് യുവതി മരിച്ചു. കടബാധ്യതയെ തുടർന്ന് പുനലൂരിലെ സുഭിക്ഷ ഹോട്ടൽ അടച്ചുപൂട്ടി. സർക്കാർ പണം നൽകാത്തത് പ്രതിസന്ധി. അടച്ചുപൂട്ടിയത് ന്യായവിലയ്ക്ക് ഭക്ഷണം നൽകിയ ഹോട്ടൽ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണി മുതൽ ദർശനം. മകരവിളക്ക് ജനുവരി 14-ന്. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. ഘോഷയാത്ര നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കാടിറങ്ങുന്ന പേടി. ഇന്നലെ തൊടുപുഴയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന അമർ ഇലാഹിയുടെ മൃതദേഹം ഖബറടക്കി. ആന ആക്രമിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ ആശുപത്രിയിൽ തുടരുകയാണ്. കാട്ടാനക്കൂട്ടത്തെ ഉടൻ കാട് കയറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ഖബറിലേക്ക്. മുളരിങ്ങാട്ടെ പള്ളിപ്പറമ്പിൽ മണ്ണോട് ചേർന്ന അമർ ഇലാഹി ബിരുദ പഠനം പൂർത്തിയാക്കി ഒരു ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. വയസ്സ് 23. സോളാർ പാനലുകൾ വിൽക്കുന്ന കമ്പനിയിൽ താൽക്കാലിക ജോലിയുണ്ടായിരുന്നു. പിതാവ് ഇബ്രാഹിം തടിപ്പണിക്കാരനാണ്. ഉമ്മ ജമീല, ഏക സഹോദരി ഷഹന. അമറിനെ കാട്ടാന ആക്രമിക്കുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതിനിടെ പരിക്കേറ്റ മൻസൂറിൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമറിന്റെ മരണത്തിൽ നാട് മുഴുവൻ തേങ്ങുമ്പോൾ ഉത്തരവാദി ആര് എന്ന ചോദ്യം പരസ്പരം ഉന്നയിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ. MP ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടും വേണ്ടതൊന്നും ചെയ്തില്ലെന്ന് MP ഡീൻ കുര്യാക്കോസ്. MP ഫണ്ട് നമ്മൾ നൽകിയതാണ്. ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അവരത് ചെയ്യാത്തതാണ്. ഈ മേഖലയുടെ സമ്പൂർണമായ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഉന്നതതല യോഗം അടിയന്തരമായി വിളിക്കേണ്ടതായിട്ടുണ്ട്. സംഭവത്തിൽ വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ സഹായം പ്രഖ്യാപിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഉടനടി നടപടികളുണ്ടാകുമെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ അനുബന്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കലാണല്ലോ ഏറ്റവും പ്രായോഗികമായി ചിന്തിക്കാവുന്ന ഏറ്റവും അടുത്ത മാർഗം. അത് ഒരു കുറവില്ലാതെ ചെയ്യാൻ കഴിയണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാനത് മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും അത്തരം കാര്യങ്ങളെല്ലാം അറിയിക്കാനും കാര്യമായ ഇടപെടൽ നടത്താനും ഇതിന് കുറെ കൂടി സ്പീഡിൽ ചില പരിഹാര മാർഗം കണ്ടെത്തുന്നതിനുമാണ് എന്റെ മനസ്സിൽ കണ്ടത്. 3 മുന്നണികളും വണ്ണപ്പുറം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. അമർ ഇലാഹിയുടെ ജീവനെടുത്ത കാട്ടാനക്കൂട്ടം ഇപ്പോഴും മുള്ളരിങ്ങാട് മേഖലയിലുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി, എറണാകുളം ജില്ലകളിലായി 1 മാസത്തിനിടെ 3 പേരെയാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആക്രമണം പതിവായതോടെ ഭീതിയിലാണ് മലയോര മേഖലയിലെ ജനത ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പിനെ പലതവണ സമീപിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കുറച്ചു നാളായി നിങ്ങളുടെ വലിയൊരു പ്രശ്നമാണ് ഈ കാട്ടാന ശല്യം. ഇതിനൊരു പരിഹാരം ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. പറയാൻ പറ്റില്ല. കാട്ടാന ആക്രമണങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുന്നവരുടെ നിസ്സഹായാവസ്ഥയാണിത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. കഴിഞ്ഞ ഡിസംബർ 14-ന് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ആൻ മേരി, 16-ന് കുട്ടമ്പുഴ ക്നാച്ചേരി സ്വദേശി എൽദോസ്, ഇപ്പോൾ തൊടുപുഴ പള്ളിക്കവല സ്വദേശി അമർ ഇലാഹി. ഓരോ ആക്രമണങ്ങൾക്ക് മുന്നിലും പകച്ചു നിൽക്കുകയാണ് മലയോര ജനത. ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരു നാടായി ഇത് മാറി. ഞങ്ങളെയൊക്കെ കൊല്ലും. നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ എന്നെ കിട്ടില്ല. എൻ്റെ ശവത്തിൻ്റെ പുറമെ നിന്ന് വേറെ ആളോട് ചോദിക്കേണ്ടി വരും. ഞങ്ങളെയൊക്കെ കൊല്ലും. ഇപ്പോൾ ഇവിടെ വന്ന് കൊച്ചിനെ കൊല്ലാമെങ്കിൽ പിന്നെ നമ്മളെ കൊല്ലാമെന്നല്ലേ. കഴിഞ്ഞ 1 വർഷം ഇടുക്കിയിൽ മാത്രം 7 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഫെൻസിംഗ് വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല.
RRT സംഘത്തെ നിയോഗിക്കുമെന്നതും വാക്കുകളിൽ ഒതുങ്ങി. ഇവിടെ ആമ്പിള്ളേർക്കും ഇങ്ങോട്ട് ഒരു പെങ്കൊച്ചിനെ കിട്ടിയില്ല കല്യാണം കഴിക്കാൻ. ഇവിടുത്തെ റോമ്പള്ളിയിൽ ആ ഇടവപ്പള്ളി 56-57 ചെറുപ്പക്കാരായിരിക്കണം. ഒരു പെങ്കൊച്ചിനെ പുറത്തുനിന്ന് കിട്ടാതെ ഇവിടെ പെൺപിള്ളേരില്ല. ഓരോ ആക്രമണം ഉണ്ടാവുമ്പോഴും സമരം നടത്തുന്ന മലയോര ജനത ഇപ്പോൾ വിധിയാണ് പഴിക്കുന്നത്. വേറെന്ത് ചെയ്യാൻ? കാട്ടാന ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയേ മതിയാകൂ. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 ഇടുക്കി. തൃശൂർ വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. പലചരക്ക് കടകളും സ്കൂളിലെ ഭക്ഷണ കേന്ദ്രങ്ങളും തകർത്തു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നശിപ്പിച്ചു. എസ്റ്റേറ്റ് മേഖലകളിൽ ആനശല്യം കൂടിയിട്ടുണ്ട്. 2 ദിവസമായി മുഡീസിൽ മേഖലയിൽ 13 കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. വയനാട് പെരിന്തട്ടയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. പശുക്കിടാവുമായി നാട്ടുകാർ കോഴിക്കോട് മൈസൂർ ദേശീയപാത ഉപരോധിച്ചു. കിടാവിനെ ആക്രമിച്ചത് കടുവയെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 ആഴ്ച മുമ്പും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ മേഖലയിൽ കടുവ സാന്നിധ്യമില്ലെന്നും പുലിയാണ് ആക്രമണം നടത്തിയതെന്നും വനം വകുപ്പ് പറയുന്നു. പാലക്കാട് എടത്തനാട്ടുകരയിൽ കുറുക്കൻ കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്രവാഹനം മറിഞ്ഞു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു. വട്ടമണ്ണപുറം IT സിപ്പടി സ്വദേശി സുനിതയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെയുണ്ടായ അപകടത്തിൽ സാരമായി പരിക്കേറ്റ സുനിത പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എടത്തനാട്ടുകര ചളവ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപികയായിരുന്നു. മലപ്പുറത്ത് വിനോദയാത്രയ്ക്ക് പോയ മദ്രസ വിദ്യാർത്ഥിനികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് പോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മൊറയൂർ സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുലർച്ചെ 4 മണിയോടെ വെളിയങ്കോട് ഫ്ളൈ ഓവറിലാണ് അപകടമുണ്ടായത്. ബസ് മേൽപ്പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു. കൈവരിയിൽ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ തൂണിൽ തലയിടിച്ചാണ് മരണം സംഭവിച്ചത്. പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാഗമണ്ണിൽ പോയി മടങ്ങും വഴിയാണ് അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. കടവന്ത്രയിൽ KSRTC ബസ് സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. അരൂക്കുറ്റി സ്വദേശിനി സീനത്താണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ബന്ധുവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTC ബസിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകട കാരണം. കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ ട്രാവലർ മറിഞ്ഞ അപകടം. മുള്ളംപേടിയിലാണ് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. നിലമ്പൂർ ചന്തപ്പടിയിൽ നിന്നും കക്കാടംപൊയിലേക്ക് പോയി മടങ്ങവെയാണ് അപകടം. പരിക്കേറ്റവരെ മുക്കം KMCT മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരം വെള്ളനാട് ഗ്രേഡ് SIയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ട്രഷറി ഡ്യൂട്ടിയിലായിരുന്ന രാജാണ് മരിച്ചത്. രാവിലെ ഗാർഡ് റൂമിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുവിക്കര സ്വദേശിയാണ്. AR ക്യാമ്പിലെ ഗ്രേഡ് SI ആയിരുന്നു. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദിലീപ് ശങ്കർ മുറിയിൽ തലയിടിച്ചു വീഴുകയും ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവം മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും നടനെ അലട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. മരണത്തിൽ ദുരൂഹതയില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരൾ രോഗത്തെ തുടർന്നോ നിലത്ത് വീണതോ ആകാമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആന്തരികാവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ഹോട്ടൽ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. CMIയുടെ ക്രൈസ്റ്റ് നഗർ വിദ്യാലയ സമൂഹത്തിന്റെ മുൻ മാനേജരും പ്രിൻസിപ്പലുമായിരുന്ന അന്തരിച്ച ഫാദർ തോമസ് വെമ്പാലയുടെ സംസ്കാര ശുശ്രൂഷകൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കും. കോട്ടയം മന്നാനം സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിലാണ് ചടങ്ങുകൾ. തിരുവനന്തപുരം കവടിയാർ ക്രൈസ്റ്റ് ഹാൾ മുൻ ആശ്രമ അധിപനായിരുന്നു. തിരുവനന്തപുരം
തിരുവല്ലം ട്രൈസ് നഗർ സ്കൂളിന്റെ സ്ഥാപകനാണ്. മന്നാനം KE കോളേജ് പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് ഫാദർ തോമസ് വെമ്പാല അന്തരിച്ചത്. പുനലൂരിലെ സുഭിക്ഷ ഹോട്ടൽ അടച്ചുപൂട്ടി. ന്യായവിലയ്ക്ക് ഉച്ചയൂണ് നൽകാനായി പൊതുവിതരണ വകുപ്പ് കുടുംബശ്രീയുടെ സഹായത്തോടെ ആരംഭിച്ച ഹോട്ടലാണ് കടബാധ്യതയെ തുടർന്ന് അടച്ചുപൂട്ടിയത്. സർക്കാർ പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. TB ജംഗ്ഷനിൽ ടൂറിസം വകുപ്പിന്റെ കെട്ടിടം വാടകയ്ക്കെടുത്താണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. 20 രൂപ നൽകിയാൽ ഉച്ചയൂണ് ലഭിക്കുമായിരുന്നു. നല്ല നിലയിലായിരുന്നു പ്രവർത്തനം. വാടക ഇനത്തിൽ DTPCയുമായുള്ള തർക്കവും നടത്തിപ്പുകാർക്കുള്ള സർക്കാർ ഗ്രാന്റ് മുടങ്ങിയതുമാണ് ഹോട്ടൽ പൂട്ടാനിടയാക്കിയത്. വളരെ നല്ല നിലയിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഒക്കെ ആഹാരം, ഉച്ചഭക്ഷണമൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വൃത്തിയുള്ള ഒരു സ്ഥാപനമായിരുന്നു. അത് ആ നിലയിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇതിനെ നോക്കിക്കണ്ടത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി എന്നുള്ളതല്ല, 50% പോലും ലഭിക്കാത്തതിൻ്റെ പേരിലാണ് ഇത് പൂട്ടി അടച്ചു പോകേണ്ടെന്നൊരു സ്ഥിതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സമയത്തിന് സർക്കാർ ഗ്രാന്റ് കിട്ടാത്തത് കാരണം നടത്തിപ്പുകാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായി. വൈദ്യുതി, വെള്ളം എന്നീ ഇനത്തിൽ വൻ തുക കുടിശ്ശികയായി. DTPCയാണ് വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടത്. പൊതുവിതരണ വകുപ്പ് അധികൃതരാകട്ടെ ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് കാര്യമായി ഇടപെടുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ശബരിമല സീസണിൽ തീർത്ഥാടകരുടെ ഇടത്താവളമായ TB ജംഗ്ഷനിൽ ന്യായവിലക്ക് ഭക്ഷണം ലഭിച്ചിരുന്ന ഹോട്ടൽ പൂട്ടിയത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. കണ്ണൂർ കരുവഞ്ചാലിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നതായി പരാതി. കരുവഞ്ചാൽ ടൗണിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലെ മലിനജലമാണ് പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതിയുള്ളത്. ഈ കാണുന്ന പുഴയിലേക്കാണ് കരുവഞ്ചാൽ ടൗണിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതെന്നാണ് ആരോപണം. പുഴയിലെ ജലമാണ് സമീപത്ത് താമസിക്കുന്നവരുൾപ്പെടെ അലക്കാനും കുളിക്കാനുമായി ഉപയോഗിക്കുന്നത്. പലയിടത്തും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴാണ് നിയമങ്ങൾ പോലും വകവയ്ക്കാതെ സ്വകാര്യ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്ന് പുഴ സംരക്ഷണ പ്രവർത്തകനായ ലക്ഷ്മണൻ പറയുന്നു. നിരവധി ആളുകൾ കുളിക്കാനും കുടിക്കാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കരുവഞ്ചാൽ പുഴയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ആഴ്ചകളായി നിർബാധം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത്. പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നത് ചൂണ്ടിക്കാട്ടി നിരവധി തവണ കെട്ടിടമുടമയ്ക്ക് നാട്ടുകാരുൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കർശന നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പും പഞ്ചായത്തും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ 27 വർഷം മുമ്പ് പ്രഖ്യാപിച്ച കോതമംഗലം ശബരിപാത നടപ്പാകില്ലെന്ന് ഉറപ്പായതായി കോതമംഗലം മേഖലയിലെ ഭൂവുടമകൾ. 1997-98 ശബരിപാതയ്ക്ക് നിർമ്മാണാനുമതി ലഭിച്ചതു മുതൽ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കിച്ച് പദ്ധതി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. സിംഗിൾ ലൈനിനു പകരം ഡബിൾ ലൈൻ ആക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും ത്രികക്ഷി കരാർ അംഗീകരിക്കില്ലെന്ന സംസ്ഥാന നിലപാടും പദ്ധതിയെ പൂർണ്ണമായി അവതാളത്തിലാക്കിയെന്ന് ഭൂവുടമകൾ പറയുന്നു. സ്ഥലം അക്വയർ ചെയ്തതിനാൽ വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയില്ല. ഏത് സമയവും വീടൊഴിയേണ്ടി വരുമെന്ന സാഹചര്യമുള്ളതിനാൽ ചോർന്നൊലിക്കുന്ന വീടുകൾ പുതുക്കിപ്പണിയാൻ പോലും സാധിക്കുന്നില്ല. ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിട്ടും അവിടെയെല്ലാം അക്വയർ ചെയ്തു പോയതിനാൽ ക്രയവിക്രയം നടത്താൻ കഴിയാതെ ദുരിതജീവിതം നയിക്കേണ്ടി വരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ 27 വർഷമായി ഭൂവുടമകൾ ജപ്തി ഭീഷണിയിലും കടക്കിണിയിലുമാണ്. 1997 അനുമതി ലഭിച്ച അങ്കമാലി എരുമേലി ശബരിപാതയുടെ 7 കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിലെ പാലവുമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ശബരി റെയിൽ പദ്ധതി നടപ്പാക്കുകയോ അല്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിച്ച് ജപ്തി ഭീഷണി നേരിടുന്ന തങ്ങൾക്ക് അടിയന്തിരമായി നഷ്ടപരിഹാരം അനുവദിക്കുകയോ ചെയ്യണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജപ്തിയാണ്, പണം അടച്ചില്ലെങ്കിൽ നിങ്ങളെ ജപ്തി ചെയ്യും. ഞങ്ങളെല്ലാവരും കൂടെ ജപ്തി ചെയ്ത് കൊണ്ടുപോയിക്കോ ഗവൺമെൻറ് വേണമെങ്കിൽ. ഇനി ഞങ്ങൾക്ക് എന്തിനാണ് ജീവിക്കണത്? ഈ റെയിൽവേക്ക് കല്ലിട്ട് നശിപ്പിച്ചും പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കണത്? ഒരു സ്ഥലം വിറ്റും ഒരു സെൻറ്റിന് 3 ലക്ഷം വരെ വിലയുണ്ട് ഇവിടെ കുറഞ്ഞത്. നല്ല വെള്ളമുള്ള സ്ഥലം, ആരും ശല്യമില്ലാത്ത സ്ഥലം, ആ സ്ഥലത്ത് ഞങ്ങളെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ധൻബാദ് ചന്ദ്രപുര ലൈൻ, ജമ്മു സിയാൽകോട്ട് ലൈൻ, ലേ ശ്രീനഗർ ലൈൻ, കാർഗിൽ ശ്രീനഗർ ലൈൻ ഉൾപ്പെടെ നിരവധി പ്രോജക്റ്റുകൾ എബാൻഡൻ ചെയ്ത് കളഞ്ഞാണ്, വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചതാണ്. അതുപോലെ ഇതും ആയിക്കൂടെ? പാവപ്പെട്ടവർ ജീവിക്കട്ടെ. അവർക്ക് കടബാധ്യതയാണ് ഏറ്റവും അവരുടെ അഭിമാനത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. 100 കണക്കിന് ആളുകളാണ് ഇങ്ങനെ
മരിച്ചു ജീവിക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. കലൂരിലെ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന്റെ ഓഫീസ് വയനാട് മേപ്പാടിയിലാണ്. MS അനീഷ് കുമാർ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അനീഷ്, നമുക്കറിയാം ഈ സംഘാടനത്തിലെ പിഴവ് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ, അതൊന്ന് ഉമ്മ തോമസ് MLAക്ക് ഗുരുതരമായി വീണു പരിക്കേറ്റു, ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, അതിനുശേഷം നിരവധി രക്ഷകർത്താക്കളാണ് ഇത്തരത്തിൽ ഈ സംഘാടകർക്കെതിരെ പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഈ മൃദംഗ വിഷന് എതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ മേപ്പാടിയിലെ ഓഫീസിന് മുമ്പിൽ സമാനമായ രീതിയിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ പ്രതിഷേധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ലെങ്കിലും നമുക്കറിയാം, ഈ മേപ്പാടി പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ജ്യോതിസ് കോംപ്ലക്സ് എന്ന കോംപ്ലക്സിലാണ് ഇപ്പോൾ കാണുന്നത് മൃദംഗാവിഷന്റെ ഒരു ചെറിയ ബോർഡാണ്. അതിന്റെ എതിർവശത്തായി ഒരു ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ബിൽഡിംഗിന്റെ ഒരു പിൻവശത്തുള്ള മുറിയാണ് ഈ മൃദംഗാവിഷന്റെ ഓഫീസായി പ്രവർത്തിക്കുന്നത്. GCDയിൽ അടക്കം കൊടുത്ത കത്തിൽ ഈ ഓഫീസിന്റെ വിലാസമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ അടച്ചിട്ട മുറിയാണ് മൃദംഗാവിഷന്റെ ഓഫീസായി പ്രവർത്തിക്കുന്നത്. ഈ മുറിക്കുള്ളിൽ 2 മേശയും 2 കസേരയും മാത്രമാണ് ഉള്ളത്. ഒരു ജീവനക്കാരി ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പൊക്കെ ഇവിടെ വന്നു പോയിരുന്നു എന്ന് അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ മറ്റ് കടക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി കൂടുതൽ വിവരങ്ങൾ അവർക്ക് ആർക്കും അറിയില്ല. മൃദംഗാവിഷൻ തന്നെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ പ്രസ്റ്റീജിയസ് ആയ ആർട്ട് മാഗസിൻ എന്ന രീതിയിലാണ്. അതായത് കലാസംബന്ധിയായ ഏറ്റവും പ്രശസ്തമായ മലയാളത്തിലെ മാഗസിൻ എന്ന രീതിയിൽ പറഞ്ഞാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ഇൻസ്റ്റാ പേജുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെ ഇത്തരത്തിൽ ഈ ആർട്ട് മാഗസിന്റെ കവർ പേജുകളും ഈ സിനിമാ താരങ്ങളൊക്കെയുള്ള കവർ പേജുകളും മറ്റുമൊക്കെ കാണിക്കുന്നു. ചില നൃത്ത മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. മേപ്പാടി സ്വദേശിയായ നിഘോഷ് കുമാർ എന്നയാളാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ. വല്ലപ്പോഴുമൊക്കെ അദ്ദേഹവും ഈ ഓഫീസിൽ വരാറുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഏറെ കൗതുകകരമായ കാര്യം, ഇത്ര വലിയ, അതായത് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമൊക്കെയുള്ള 12,000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തി ഇത്ര വിപുലമായ ഒരു ഗിന്നസ് റെക്കോർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ ഈ മത്സരം സംഘടിപ്പിച്ചത് കേവലം ഈ ഒറ്റ മുറിയിൽ നിന്നുള്ള ഒരു സംഘാടനം ആണ്. അതായത് ഇവിടെ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇത്തരം ഔദ്യോഗികമായ കത്തിടപാടുകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ ഒരു രജിസ്ട്രേഡ് വിലാസം കാണിക്കേണ്ടതുണ്ടാവും. അതുകൊണ്ടാവും ഒരു പേരിനുള്ള ഒരു ഓഫീസ് ഈ മേപ്പാടിയിലെ, വയനാട് ജില്ലയിലെ ഈ മേപ്പാടിയിൽ തുറന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും കാര്യമായി ഈ സമീപത്തുള്ള ആളുകൾക്കൊന്നും വലിയ ധാരണയില്ല. നിഘോഷ് കുമാറിനെ കുറിച്ചും ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കടക്കം വലിയ കാര്യങ്ങൾ അറിവില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ 3600 രൂപയൊക്കെ വെച്ച് ഒരു കുട്ടിയിൽ നിന്ന് പിരിക്കുമ്പോൾ തന്നെ ലക്ഷങ്ങൾ, കോടികളുടെ പണമാണ് പറ്റിയിരിക്കുന്നത്. ഒപ്പം ഈ പരിപാടികൾക്ക് മറ്റു പ്രൊമോട്ടർമാരടക്കം ഉള്ളവർ ഉണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തീരെ പരിചയ സമ്പന്നരല്ലാതെ ഇത്ര ചെറിയ സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ചെറിയ ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിൽ നിന്നുകൊണ്ടാണോ ഇത്ര വലിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. ഒരു പക്ഷേ ഇത്തരത്തിലെ ആസൂത്രണത്തിലെ പിഴവ് അല്ലെങ്കിൽ സംഘാടനത്തെ പിഴവ് തന്നെയാണ് ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ഉമാ തോമസിന് ഇത്ര വലിയൊരു അപകടം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ഗുരുതരമായ പിഴവ് ആസൂത്രണമടക്കം ഉണ്ടായിരിക്കുന്നു. ഒരു പേരിനൊരു ഓഫീസ് മാത്രമാണ് വയനാടിൽ നിലവിലുള്ളത് എന്നാണ് നമുക്ക് ഇവിടെ നേരിട്ടെത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, നമുക്കറിയാം അവിടെയുള്ള ആളുകൾക്കൊന്നും ഇതേക്കുറിച്ച്, ഈ സ്ഥാപനത്തെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല, പരിചയമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഇവരെ സമാനമായ രീതിയിൽ മറ്റെന്തെങ്കിലും വലിയ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്തതായിട്ടൊരു വിവരമുണ്ടോ? ഈ ഓഫീസ് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര കാലമായി? ഈ ഓഫീസ് ഇവിടെ എത്ര കാലമായി പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് ഇവിടെ ആളുകൾക്ക് വലിയ ധാരണയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഓഫീസ് കാണുന്നുണ്ട്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വനിതാ ജീവനക്കാരി പലപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ 1-2 ആഴ്ചയായി അത്തരത്തിലെ ഒരു ജീവനക്കാരിയെ ഇവിടെ കാണാനില്ല. ഒരുപക്ഷെ ഈ കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയുടെ സജ്ജീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ അവരെ അങ്ങോട്ട് മാറ്റിയിരിക്കാം. ഒരു ജീവനക്കാരി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു കമ്പ്യൂട്ടർ പോലും ഈ മുറിയിലില്ല. അത്തരം യാതൊരു ഔദ്യോഗിക വിനിമയത്തിനുള്ള യാതൊരു സംവിധാനങ്ങളും ഈ ഓഫീസിലില്ല. നമുക്ക് ഈ ഓഫീസ് കറുത്ത കണ്ണടയാണുള്ളത്. അതിന്റെ അപ്പുറം നമുക്ക് കാണാൻ കഴിയും 2 മേശയും 2 കസേരയും മാത്രമാണ് ഈ മുറിക്കുള്ളത്. മറ്റ് യാതൊരുവിധ ക്രമീകരണങ്ങളും ഈ മുറിക്കുള്ളിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മേപ്പാടി സ്വദേശികളായ 2 പേരാണ് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ. അതിൽ നിഘോഷാണ് പതിവായി ഇവിടെ അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അടുത്തുള്ള സ്ഥാപനങ്ങളിലുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും അവർക്കൊന്നും ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രവർത്തനത്തെ പറ്റി കൃത്യമായ ഒരു വിവരമില്ല.
അല്ലെങ്കിൽ അത്ര കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. ഇതിനകത്ത് മൃദംഗാവിഷൻ എന്ന 2 ബോർഡ്, ചുവരിൽ ചെറിയ 2 ബോർഡുകളും വെച്ചിട്ടുണ്ട്. ഒപ്പം പുറത്ത് ഈ ഒരു ബോർഡുമുണ്ട്. ഇതാണ് ആകെ നമുക്ക് കാണാം ഈ സ്ഥാപനത്തിനോട് ചുറ്റുപാട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ. ഒരു സ്റ്റോർ മുറി പോലൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഈ കോംപ്ലക്സിന്റെ ഏറ്റവും പിൻവശത്തെ മുറികളാണ് ഉള്ളത്. അതിനോട് ചേർന്നാണ് വളരെ ഉടുസ് മുറി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു വളരെ ചെറിയ മുറിയിലാണ് ഇത്ര വലിയ പരിപാടി സംഘടിപ്പിച്ച സ്ഥാപനത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും കാര്യമായി പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്ര അധികം പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ സംഘടനാ സംവിധാനമോ അല്ലെങ്കിൽ സംഘാടനത്തിലെ പരിചയമൊക്കെ ആവശ്യമാണ്. ഇത്തരത്തിൽ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമില്ലാത്ത ആളുകൾ ചെയ്യുമ്പോഴാവും ഇത്തരത്തിലെ ഒരു അപകടത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുക. ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ കൗതുക കാഴ്ചകളുമായി തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ചിത്രപ്രദർശനം. ഹാർമണി ഓഫ് കളേഴ്സ് എന്ന പ്രദർശനത്തിൽ ബാലചിത്രകാരി അഭിരാമിയുടെയും അച്ഛൻ ശാന്തകുമാറിന്റെയും വിസ്മയിപ്പിക്കുന്ന കലാസൃഷ്ടികളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. PSCയിലെ സെക്ഷൻ ഓഫീസറായ ശാന്തകുമാറിന്റെയും മകളും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അഭിരാമിയുടെയും വിരൽത്തുമ്പിൽ വിരിഞ്ഞതാണ് ഈ മനോഹര ദൃശ്യങ്ങൾ. അഭയാർത്ഥി നോവിന്റെ നീറുന്ന ഓർമ്മകൾ ഉണർത്തുന്ന സിറിയൻ ബാലൻ അലൻ കുർദിയുടെ ചിത്രം ഉൾപ്പെടെ അഭിരാമിയുടെ കലാസൃഷ്ടികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശാന്തകുമാറിന്റെ ചിത്രങ്ങളിൽ ഏറിയ പങ്കും പുഴകളും അവയുടെ തീരത്തെ വൃക്ഷക്കൂട്ടങ്ങളുമാണ്. കോവിഡ് സമയം കഴിഞ്ഞിട്ടാണ് അക്രിലിക് മീഡിയം പെയിന്റ് വെച്ച് തുടങ്ങി, ചാർക്കോൾ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പടങ്ങൾ എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന പടങ്ങളെല്ലാം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ കുറേ പടങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സിബിഷനായിട്ട് അങ്ങനത്തെ ചാർക്കോൾ വർക്കുകളും അക്രിലിക് വർക്കുകളൊക്കെയാണ് കൂടുതൽ. മനുഷ്യരുടെ വ്യത്യസ്ത ഭാവങ്ങളുടെ പകർന്നാട്ടമാണ് അഭിരാമിയുടെ ചിത്രങ്ങളിൽ നിറയുന്നത്. അക്രിലിക്കും ചാർക്കോളും ഉപയോഗിച്ച് ക്യാൻവാസിൽ തീർത്തവയാണ് ഇവയിൽ ഏറെയും. PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രായം അറിവിനും വിദ്യാഭ്യാസത്തിനും തടസ്സമാകില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ 64 വയസ്സുകാരി പത്മിനി. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ 3 വിഷയങ്ങൾക്ക് A+ നേടി ഏറ്റവും കൂടുതൽ പ്രായമുള്ള പഠിതാവായി മാറിയിരിക്കുകയാണ് ഈ മുത്തശ്ശി. പുന്നപ്ര സ്വദേശി പത്മിനിയാണ് പ്രായത്തെ അതിജീവിച്ച് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത്. 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ച പത്മിനിയുടെ 2 പെൺമക്കളും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ. അയർലൻഡിൽ BSc നേഴ്സും മറ്റൊരാൾ ദുബൈയിൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥയുമാണ്. കുടുംബശ്രീ പ്രവർത്തകയായ പത്മിനി ബാങ്കിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും ഭയപ്പാടോടുകൂടിയാണ് വിദ്യാഭ്യാസത്തിന് കുറവ് മൂലം പോയിരുന്നത്. ഇങ്ങനെ മനസ്സ് വേദനിച്ചതോടെയാണ് 63ാം വയസ്സിൽ അമ്പലപ്പുഴ KK കുഞ്ഞുപിള്ള മെമ്മോറിയൽ സ്കൂളിൽ 7ാം തരം തുല്യതാ പഠനത്തിന് ചേർന്നത്. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ പഠിത്തത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നീടും KK കുഞ്ഞുപിള്ള സ്കൂളിൽ 7ാം ക്ലാസ് തുല്യത പരീക്ഷയിൽ പഠിക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് 63 വയസ്സിൽ ഞാൻ 7ാം ക്ലാസ് പരീക്ഷ പൂർത്തിയായി. പിന്നെ 24 ഒക്ടോബറിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയും എഴുതി നല്ല വിജയത്തോടുകൂടെ പാസ്സായി. 10 മാസം നീണ്ടുനിന്ന ഈ പഠനത്തിൽ മികച്ച വിജയം ലഭിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് 10ാം തരം തുല്യതാ പരീക്ഷ എഴുതിയത്. 76 പേരായിരുന്നു ഇവിടെ 10ാം തരം പഠിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രായം പത്മിനിക്കായിരുന്നു. പരീക്ഷയിൽ ഈ മുത്തശ്ശിക്ക് കെമിസ്ട്രി, ബയോളജി, ഗണിതം എന്നീ വിഷയങ്ങളിൽ A+ഉം മറ്റ് വിഷയങ്ങളിൽ A, B ഗ്രേഡുകളും ലഭിച്ചു. സ്കൂളിൽ ഗവൺമെൻറ് അവധി ദിവസവും എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഒറ്റ ക്ലാസ് പോലും മുടങ്ങേണ്ടി വന്നിട്ടില്ല. എല്ലാ ക്ലാസ്സിലും പോകുമായിരുന്നു. അത് കാരണം ഇത്രയും മാർക്ക് മേടിക്കാൻ പറ്റിയതിലും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കും ഏറ്റവും വലിയ ഞങ്ങളുടെ പ്രകാശ് സാറിനും 100 നന്ദി. എല്ലാ ഞായറാഴ്ചയും സർക്കാർ അവധി ദിവസങ്ങളിലും നടന്ന ക്ലാസുകളിൽ ഒരു ദിവസം പോലും പത്മിനി എത്താതിരുന്നിട്ടില്ല.
തന്റെ ഈ വിജയത്തിന് കടപ്പെട്ടിരിക്കുന്നത് അധ്യാപകൻ പ്രകാശിനോടും പിന്നെ തന്നെ ഇതിനായി അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഭർത്താവിനോടും മക്കളോടുമാണെന്ന് പത്മിനി പറയുന്നു. ഉറക്കമുളച്ച് പഠിച്ചതിന്റെ പ്രയോജനം ഫലം വന്നപ്പോൾ ഉണ്ടായി. ഇനി +2 ഡിഗ്രിയും എഴുതിയെടുത്ത് കഴിയുന്നത്ര പഠിക്കാനുള്ള ആഗ്രഹത്തിലാണ് പത്മിനി എന്ന ഈ മുത്തശ്ശി. ന്യൂസ് 18 ആലപ്പുഴ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. വഖഫ് നിലപാട് മൂലം പ്രതിസന്ധി നേരിടുന്ന മുനമ്പത്തെ ജനങ്ങളെ നേരിട്ട് കാണുന്നതിനായാണ് കമ്മീഷൻ എത്തുന്നത്. ജനുവരി 4-നാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ ആദ്യ സന്ദർശനം. കമ്മീഷനെ നിയമിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചിട്ടും ഇതുവരെയും കമ്മീഷൻ നേരിട്ട് മുനമ്പത്തെത്തിയിരുന്നില്ല. ഇതിനിടെ കമ്മീഷനെ കാണാൻ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി അംഗങ്ങൾ എത്തുകയും തങ്ങളുടെ പക്കലുള്ള രേഖകൾ കൈമാറുകയും ചെയ്തിരുന്നു. മുനമ്പത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കമ്മീഷൻ ഓഫീസിലുള്ളവരും എത്തിയിരുന്നു. ജനുവരി 4 രാവിലെ 10 മണിക്കാണ് കമ്മീഷൻ മുനമ്പത്തെത്തുക. പ്രതീക്ഷയോടെയാണ് സന്ദർശനത്തെ കാണുന്നതെന്ന് സമരസമിതി. 2025 ജാനുവരി 13 വരുമ്പോൾ 3 വർഷമാകാൻ പോകുന്നു. 3 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ റവന്യൂവകാശം നഷ്ടപ്പെട്ടിട്ട് ഇത്രയും നാളുകളായി ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. തൊട്ടടുത്ത ദിവസം 4-ാം തീയതി കമ്മീഷൻ വരുന്നുണ്ട്. ആ കമ്മീഷനിലാണ് ഞങ്ങളുടെ വിശ്വാസം. ആ കമ്മീഷൻ 4-ാം തീയതി വന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കേൾക്കും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനിടയിലും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സമരസമിതി. ജനുവരി 5-ന് വൈപ്പിൻ മുതൽ മുനമ്പം വരെ 30 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കും. വരാപ്പുഴ രൂപത BCCയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ മുതൽ നമ്മുടെ ഇവിടെ മുനമ്പം സമരപ്പന്തൽ വരെയാണ് നമ്മൾ ഈ മനുഷ്യച്ചങ്ങല നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് വരുന്ന ഞായറാഴ്ച 5-ാം തീയതി ജനുവരി 5-ാം തീയതി വൈകിട്ട് 3 മണി കഴിഞ്ഞാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 10-20,000 പേരെടുത്ത് നമുക്കതിൽ പങ്കെടുക്കുന്നതായിരിക്കും. വഖഫ് നടപടി നേരിടുന്ന പ്രദേശത്തെ ജനങ്ങളെ നേരിട്ട് കാണാനും വസ്തുതകൾ പരിശോധിക്കുന്നതിനുമാണ് കമ്മീഷൻ എത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,120 രൂപ, പവൻ 56,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,095 രൂപ, പവന് 47,240 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം.